ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിലെ ഈ ആഴ്ചത്തെ എപ്പിസോഡാണ് നോക്കുന്നത്. കഥയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ നിലയ്ക്ക് ഓപ്പറേഷൻ്റെ സമയമൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാണെങ്കിൽ ശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് അവൾ ശ്വാസം വലിക്കുകയാണ്. അപ്പോൾ ശ്വാസത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പം വേഗം തന്നെ ശാരദ നഴ്സുമാരോട് പോയി പറയും കുട്ടിക്ക് ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നഴ്സുമാർ വന്നിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് നിളയനെ ഒന്ന് സ്റ്റേബിളാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നഴ്സുമാർ ഡോക്ടറിനോട് ഇൻഫോം ചെയ്യുകയാണ് ഇങ്ങനെ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ കാവേരിയെ റൂമിലോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ കാവേരിയുടെ റൂമിലോട്ട് ഡോക്ടറുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ഇത്തിരി ദേഷ്യത്തിലാണ്. കാരണം പെട്ടെന്ന് തന്നെ അഡ്മിറ്റാക്കി പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പൈസ അടയ്ക്കൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ അവസ്ഥയാണെങ്കിൽ കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ അടച്ചിട്ട് കുട്ടിയുടെ സർജറി വേഗം ചെയ്യാം. അല്ലാത്ത കേസിൽ കുട്ടിയെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് കൊണ്ടുപോയി ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ കാവേരി പറയാണ്, സർ ഞങ്ങളിത് പൈസ അടച്ച് ചെയ്യാൻ തന്നെയാണ് തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ നഷ്ടപ്പെടുകയുണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ പൈസ പറയുകയും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഡോക്ടർ പറയും, ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതൊക്കെ ഹോസ്പിറ്റൽ ഈ പൈസയുമായിട്ടുള്ള സംഗതികളൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തിലാണ് വരിക. ഈ കുട്ടിയുടെ അവസ്ഥയാണെങ്കിൽ കുറച്ച് കൂടുതൽ മോശമാണിപ്പോൾ. ഇത് 2 തവണയായി കുട്ടിക്ക് ശ്വാസം കിട്ടാതെ കുട്ടി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയിട്ടും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ കാവേരി പറയും, ഇല്ല സാർ, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുഞ്ഞിനെ മോളെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പൈസ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് കാവേരി പോവാണ്. അങ്ങനെ കാവേരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കാവേരിയും ഒരു പെണ്ണും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അത് രാഗിണിയാണ്. അപ്പോൾ നിവിൻ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതൊന്നും കാവേരിക്ക് അറിയില്ലല്ലോ. കാരണം നിവിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് രാഗിണിയാണ് നിവിനെ ഹോസ്പിറ്റലിലോട്ട് കൊടുന്ന് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ നിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്നും കാവേരിക്ക് അറിയില്ല. അങ്ങനെ കാവേരിയും രാഗിണിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ കീരിയും പാമ്പും പോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളി ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ രാഗിണി മനഃപൂർവ്വം നിവിൻ അഡ്മിറ്റാണ്, നിവിൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യമൊക്കെ രാഗിണി കാവേരിയുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇനി എങ്ങാനും കാവേരി തിരിച്ചറിഞ്ഞിട്ട് നിവിനെ എങ്ങാനും കാണാൻ വരും, അവരുടെ പ്രണയം മൊട്ടിടുമോ എന്നുള്ള ഭയത്തിലാണ് രാഗിണി നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രാഗിണി നിവിൻ്റെ റൂമിലോട്ട് പോകും. അപ്പോൾ നിവിനാണെന്ന് വെച്ചെങ്കിൽ ബോധമൊന്നും തെളിഞ്ഞിട്ടും ഇല്ല. നിവിനാണെങ്കിൽ ആ ഒരു കിടത്തം തന്നെയാണ് കിടക്കുന്നത്, മുറിവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാഗിണിയാണെന്ന് വെച്ചെങ്കിൽ നിവിനെ ശുശ്രൂഷിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സീനുകൾ. ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശി, അതായത് നരേൻ്റെ മുത്തശ്ശിക്ക് രാത്രി പെട്ടെന്ന് വയ്യാണ്ടാവുകയാണ്. അവർക്ക് എന്തോ അസ്വസ്ഥതകളും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പേടിക്കും. അതായത് മുത്തശ്ശിയുടെ ഭർത്താവ് മുത്തശ്ശനും അതുപോലെ തന്നെ ഗായത്രിയൊക്കെ പേടിക്കുകയാണ്. അപ്പോൾ ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ നരേൻ ഉണ്ടായിരുന്നു. അപ്പോൾ നരേൻ വാ എന്ന് പറഞ്ഞ് ഗായത്രി ഇങ്ങനെ നരേനെ എന്ന് പറഞ്ഞിട്ട് ഗായത്രി കരയുന്നത് കേട്ടിട്ടാണ് നരേൻ ഓടി വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് തീരെ വയ്യ. അപ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശീനെ എടുത്തിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മുത്തശ്ശി പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മുത്തശ്ശിക്ക് മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. ആ ടെൻഷനും കൂടി എഫക്റ്റ് ചെയ്തതാണ് മുത്തശ്ശിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ നരേൻ്റെ അടുത്ത് ഗായത്രി പറയുകയാണ്, മോനെ നിൻ്റെ വിവാഹക്കാര്യം ഒന്നും ശരിയാവാത്ത കാര്യം കൊണ്ടാണ് മുത്തശ്ശിക്ക് ഇത്രയും വിഷമം. ഇവരുടെ ഈ പ്രായത്തിൽ നിന്നെ വിവാഹം കഴിച്ച് നീ സെറ്റിലായി കാണണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ഗായത്രി നരേനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ നരേൻ അത്ര വിട്ടു കൊടുക്കുന്നൊന്നുമില്ല. നരേൻ പറയുമ്പോൾ ചെറിയമ്മയ്ക്കല്ലേ ഇളയമ്മയ്ക്കെല്ലാം അറിയുന്നതല്ലേ എൻ്റെ കാര്യങ്ങൾ, പിന്നെ എന്തിനാണ് എന്നെ വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗായത്രി പറയും, മോനെ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സന്തോഷം, നമ്മുടെ സന്തോഷത്തിന് പുറമെ ചില സമയങ്ങളിൽ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരുടെ സന്തോഷം കൂടി നോക്കണം.
അപ്പോൾ ഈ പ്രത്യേകിച്ച് അവരുടെ പ്രായവും ചെറുപ്പമൊന്നുമല്ല, അവർ വയസ്സായി വരികയാണ്. അവർക്കും ആഗ്രഹങ്ങളുണ്ട്, നിൻ്റെ വിവാഹം കാണണം, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണണം എന്നൊക്കെ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് നീ അമ്മയില്ലാതെ വളർന്ന ഒരാളായതുകൊണ്ടും എന്ന് പറയുകയാണ്. അങ്ങനെ നരേൻ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അവിടേക്ക് പോവും. അങ്ങനെ നരേൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പീഡിൽ തന്നെ ഇറങ്ങി വരുമ്പോഴാണ് കാവേരി നമ്മുടെ ഈ മുത്തശ്ശിയും കാണാൻ വേണ്ടി വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി പെട്ടെന്ന് അങ്ങോട്ട് നല്ല ശക്തിയിൽ കൂട്ടിമുട്ടുകയാണ്. രാഗിണീനായിട്ടുള്ള കൂട്ടിമുട്ടൽ കഴിഞ്ഞതിന് ശേഷമുള്ള കൂട്ടിമുട്ടലാണ്. അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് പെട്ടെന്ന് കാവേരി വീഴാൻ പോകുമ്പോൾ നരേൻ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നരേൻ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാവേരീനെ ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്നാണ് നരേന് ഒരു സ്ഥലകാലബോധം ഉണ്ടാകുന്നത്. അപ്പോൾ നരേൻ എന്ത് ചെയ്യും, കാവേരീനെ അങ്ങോട്ട് വിടും. കാവേരീനെ വിട്ടോട് കൂടിയിട്ട് കാവേരി എന്ത് ചെയ്യും, നിലത്തോട്ട് അങ്ങോട്ട് വീഴാണ്, ശക്തിയിൽ നിലത്തോട്ട് വീഴാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവൾക്ക് നല്ല വേദനയ്ക്കും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാവേരി എണീറ്റിട്ട് ചോദിക്കും, താനെന്ത് പണിയാടോ കാണിച്ചത്, താനെന്തിനാ എന്നെ വിട്ടത്, അതുകൊണ്ടല്ലേ ഞാൻ വീണത് എന്നൊക്കെ പറഞ്ഞ് കാവേരി അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ നരേൻ അതൊന്നും കേട്ട പാതി കേൾക്കാത്ത പാതി നരേൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെയാണ് കാവേരി വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നത് കാണുന്നത്. അപ്പോൾ നരേന് മനസ്സിലാവും, ഇവിടെ മുത്തശ്ശിനെയും കാണാനാണ് വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് കാവേരി ചെല്ലുകയാണ്. കാവേരി ചെന്നിട്ട്, അപ്പോൾ എന്താ മുത്തശ്ശി വയ്യായിക എന്നൊക്കെ കേട്ടല്ലോ, എന്ത് പറ്റി, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കാവേരി മുത്തശ്ശിയുടെ അടുത്ത്. അപ്പം മുത്തശ്ശി അതൊന്നും കുഴപ്പമില്ല, അവൻ്റെ വിവാഹക്കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം, അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായതാണ് എന്നൊക്കെ. അപ്പോൾ കാവേരി ചോദിക്കും, അല്ല മുത്തശ്ശി, ഈ മനുഷ്യൻ പണ്ടേ അങ്ങനെ തന്നെയാണോ, ഈ സ്ത്രീ വിരോധി, ഇനി പുള്ളിക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നു, നീ എന്താ ഉദ്ദേശിച്ച്, അല്ല വേറെ വല്ല കുഴപ്പമുണ്ടായിട്ടാണോ ഇങ്ങനെ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന് നമുക്കറിയില്ലല്ലോ, അങ്ങനത്തെ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കേട്ടിട്ട് നരേൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നരേന് ആകെ ഒരു ലഭ്യനായ ഒരവസ്ഥ. കാരണം എല്ലാവരും തന്നെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക എന്നൊക്കെ. പിന്നെ കുറച്ച് ചിന്തിച്ചതിന് ശേഷം മുത്തശ്ശിയുടെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് നരേൻ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, മുത്തശ്ശിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ ഞാൻ കണക്കിലെടുത്തിട്ട് ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം, എനിക്ക് സമ്മതമാണ്, വിവാഹം എന്താ വെച്ചാൽ നോക്കിക്കോളൂ എന്ന്. മുത്തശ്ശനും സ്വർഗം കിട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം അത്രയധികം സന്തോഷമായി. അവർ കുറേ കാലമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു വാക്കുകളാണ് ഈ കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർ വിവാഹാലോചനകൾ തുടങ്ങുകയാണ്. അങ്ങനെ നരേൻ്റെ സമ്മതം കിട്ടിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശനും അതുപോലെ ഗായത്രിയൊക്കെ കൂടി ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് പറയുകയും, അങ്ങനെ ബ്രോക്കർ പറയും, ഒരു നല്ല കല്യാണാലോചനയുണ്ട്, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നരേനെ അയാൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, അതായത് പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയൊക്കെ നരേൻ്റെ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ആദ്യം അകത്തോട്ട് കയറും. അപ്പോൾ എല്ലാവരും നല്ല ഊഷ്മളമായിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ പെൺകുട്ടീനെയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയാണ് പെൺകുട്ടി. അപ്പം നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയൊക്കെയാണ്. അപ്പം ആ കല്യാണാലോചനയൊക്കെ അവരിങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനീത് മുന്നേ പള്ളിയിലച്ഛനെ കണ്ടപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡ്രസ്സുകൾ തയ്ക്കാനുള്ളത്. അപ്പോൾ വിനീത് ആ വീടിൻ്റെ അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്, അതായത് തയ്യൽ മെഷീനും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് നരേന് ഇഷ്ടപ്പെടില്ല. നരേൻ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് കയറി വന്നിട്ട് ഈ തയ്യൽ മെഷീനൊക്കെ അടിച്ചിടുകയും തള്ളിക്കളയും ഒക്കെ ചെയ്യാണ്. അതായത് അപ്പോൾ വിനീത് ഇങ്ങനെ നരേനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നരേനെ തടയാനൊന്നും പറ്റുന്നില്ല. നരേൻ അതൊക്കെ ദേഷ്യത്തിൽ അതെല്ലാം ചവിട്ടിക്കളയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് കാവേരി ഇനി വരുന്നത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഉറപ്പാണ് കാവേരിയും നരേനും തമ്മിൽ എന്തായാലും ഒരു വാക്ക് തല്ലൂട്ടം എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ അടുത്ത ദിവസത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ കഥയും വിശേഷം അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.